ബാക്ക് ടു സാല ലേണിംഗ് അഖില മിസ്സാണ്. സോദാ വെക്കേഷനൊക്കെ നമ്മൾ എല്ലാവരും ഒരേപോലെ തകർത്തുകൊണ്ടിരിക്കുകയെന്ന് മിസ്സിന് അറിയാം. അതിനിടയിൽ മിസ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ 4ാം ക്ലാസ്സിൽ അല്ലേ, നമ്മുടെ EVSനെ പറ്റി കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം EVS എന്ന് പറയുന്നത് 4ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇപ്പം 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം ഒക്കെ വരുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കൂട്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റാക്കി നമ്മൾ ഈ പറയുന്ന സ്കോളർഷിപ്പിനും കൂടെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ EVS ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ EVS അല്ലേ, എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ പരിസര പഠനം എന്ന് പറയുമ്പോൾ 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1 ഭാഗം 1ലുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ ഭാഗം 1 പാർട്ട് 1ലുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ചാപ്റ്ററിന്റെ പേര് ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതാ നിങ്ങൾ നോക്കിയേടാ, നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ പേരുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. നമുക്ക് മൊത്തമായിട്ട് നമ്മുടെ 4ാം ക്ലാസ്സിലെ പാർട്ട് 1ലാണ് മിസ് പറയുന്നത് 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, ജീവികളും ചുറ്റുപാടും. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതുമായിട്ടുള്ള നമ്മുടെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സുമായിട്ടുള്ള ഇന്റർ കണക്ഷനെ പറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിസ് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ ചാപ്റ്ററും ഈ ഒരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അടുത്തത് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എൻ്റെ രാജ്യം അല്ലേ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പ്രസന്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രസന്റും പാസ്റ്റും ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അല്ലേ, ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആൻഡ് പ്രസന്റ് അല്ലേ നമ്മുടെ കണ്ടീഷൻ പഠിക്കുന്നുണ്ട്. അതായത് പ്രസന്റ് കണ്ടീഷനിലുള്ള നമ്മുടെ ഇന്ത്യയെ പറ്റി അവിടുത്തെ സംസ്ഥാനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഒരു ക്യൂട്ട് ചാപ്റ്റർ ആണ് കേട്ടോ, ചിറകുള്ള കൂട്ടുകാർ അല്ലെ, വിങ്ഡ് ബഡീസ്. ഇതെന്താ സംഭവം, ബേർഡ്സിനെ പറ്റി പക്ഷികളെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയേണ്ടി വരും. കാര്യം ഈ ചാപ്റ്ററിന് EVSൽ അല്ലാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എന്താണ് എളുപ്പമൊക്കെയാണ്, കാര്യം പക്ഷികളെ പറ്റിയാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. ഇനി നമ്മുടെ 4th ചാപ്റ്റർ എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾ കേരള സിംഫണി ഓഫ് ആർട്ട് അല്ലെ, കലാകേരളം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പേര് പോലെ തന്നെ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കലാരൂപങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആളുകളുടെ പേരുകൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ആക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 4 ചാപ്റ്റേഴ്സും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് ആദ്യം ഓണം എക്സാം തന്നെയാണ് അല്ലേ. അപ്പോൾ ഓണം എക്സാമിന് വേണ്ടി പഠിക്കുക എന്നതല്ല മിസ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കോളർഷിപ്പ് എഴുതാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ. ആ സ്കോളർഷിപ്പ് കൂടെ നമ്മുടെ ഉള്ളിൽ വേണം. സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ചുമ്മാ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. മുമ്പേ നടക്കുന്ന പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നാമത്തെ വിഷയം. ഇനി അത് അറ്റൻഡ് ചെയ്താൽ തന്നെ സ്കോളർഷിപ്പിന് നമുക്ക് ഒരിക്കലും ഇപ്പോൾ ആനുവൽ എക്സാം ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും അവസാനത്തെ ചാപ്റ്ററിനാണല്ലോ ഇമ്പോർട്ടൻസ് കൂടുതലെന്ന്. പക്ഷേ സ്കോളർഷിപ്പ് എക്സാമിന് അങ്ങനെയൊന്നുമില്ല. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരേ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയതാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല മിസ്സാ. ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടേ, തുടക്കം മുതൽ വൃത്തിയായിട്ട് പഠിക്കുക, വേറെ ഒന്നുമില്ല. EVSന്റെ ഒരു പ്രശ്നം ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ മലയാളം മീഡിയം ആയിക്കോട്ടെ, ഇപ്പോൾ പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും അറിയായിരിക്കും, എഴുതാനാണ് നമുക്ക് പ്രയാസം. നമുക്ക് ഇതിനകത്തുള്ള പുതിയ പുതിയ വാക്കുകളൊന്നും അങ്ങനെ കിട്ടാറില്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 4ാം ക്ലാസ്സിലെ മക്കൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി ജോയിൻ ചെയ്ത കുറേ മക്കളുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാര്യം നമ്മൾ ബേസിക്കിൽ തുടങ്ങിയിട്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങി
തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള പ്ലാനൊക്കെ ഉണ്ട്. ബേസ് പ്ലാനും ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാനും ഉണ്ട്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ 2 പ്ലാനുകളിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പാരൻസോട് ചോദിക്കുക, പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് വിഷു ഓഫർ ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമാക്കാനായിട്ട് പറ്റും. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ഒരു വർഷം സെറ്റാക്കി പഠിക്കണം. സോ നമ്മുടെ ബാച്ചിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.